നടൻ പ്രേംകുമാർ CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നതോടെ അരുവിക്കരയിൽ ത്രില്ലർ മത്സരത്തിന് കളമൊരുങ്ങി. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ നാളെ ഔദ്യോഗികമായി കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കും. KPCCയുടെ സാംസ്കാരിക സാഹിതിയുടെ വേദിയിലാണ് പങ്കെടുക്കുക. കോട്ടയം നാഗമ്പടത്താണ് സമാപന പരിപാടി നടക്കുന്നത്. KPCCയുടെ സാംസ്കാരിക സാഹിതിയുടെ പരിപാടിയുടെ സമാപനം നടക്കുന്നത്. ഇതിൽ മുഖ്യ അതിഥിയായിരിക്കും പ്രേംകുമാർ. KC വേണുഗോപാൽ MP ഈ യോഗം ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാലും പ്രേംകുമാറും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടു. അതനുസരിച്ചാണ് കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയാകാൻ പ്രേംകുമാർ തീരുമാനിച്ചത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ പ്രേംകുമാറിന് മത്സരിക്കാൻ കഴിയില്ല. കാരണം ജാതിമത സമവാക്യങ്ങൾ അവിടെ ഉണ്ട്. പ്രേംകുമാർ നാടാർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നാടാർ സമുദായത്തിന് മുൻതൂക്കമുള്ള അരുവിക്കരയിൽ പ്രേംകുമാർ മത്സരിക്കാൻ താല്പര്യം കാണിച്ചു എന്നാണ് സൂചന. നാടാർ സമുദായത്തിലെ തന്നെ G. സ്റ്റീഫനാണ് അരുവിക്കരയിലെ MLA. പ്രേംകുമാറിന് 2 സീറ്റാണ് കോൺഗ്രസ് ഓഫർ ചെയ്തത്. അരുവിക്കരയിലും കാട്ടാക്കടയിലും. കാട്ടാക്കട മത്സരിച്ചാൽ രക്ഷയില്ല എന്ന് പ്രേംകുമാറിന് അറിയാം. അതേസമയം അരുവിക്കര കോൺഗ്രസ് മണ്ഡലമാണ്. ദീർഘകാലം G. കാർത്തികേയനും പിന്നീട് മകൻ ശബരിനാഥനും ജയിച്ച മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ G. സ്റ്റീഫൻ ശബരിനാഥനെ അട്ടിമറിച്ചു. G. സ്റ്റീഫന് പറ്റിയ ഒരു എതിരാളിയെ തിരക്കി നടക്കുകയായിരുന്നു കോൺഗ്രസ്. അപ്പോഴാണ് പ്രേംകുമാറിൻ്റെ മനംമാറ്റം വന്നത്. ഔദ്യോഗികമായി കോൺഗ്രസ് പ്രേംകുമാർ എവിടെ മത്സരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ പല മാധ്യമങ്ങളും കഴക്കൂട്ടത്താണ് എന്ന് വാർത്ത ചെയ്തുവിടുന്നുണ്ട്. കഴക്കൂട്ടത്തൊരിക്കലും പ്രേംകുമാർ മത്സരിക്കില്ല. കഴക്കൂട്ടം ഈഴവ സമുദായത്തിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ്. അവിടെ ഈഴവ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ മാത്രമേ ക്ലച്ച് പിടിക്കൂ. പ്രേംകുമാറിനും ഇതറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അരുവിക്കര തിരഞ്ഞെടുത്തത്. അരുവിക്കരയിൽ ഇതോടുകൂടി ടൈറ്റ് ഫൈറ്റ് നടക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരുമൊക്കെ കരുതുന്നത്. എന്നാൽ ശബരിനാഥനെക്കാളും ദുർബലനായ സ്ഥാനാർത്ഥിയാണ് പ്രേംകുമാർ എന്ന് CPM വിലയിരുത്തുന്നു. പ്രേംകുമാറിന് അരുവിക്കര മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. പ്രേംകുമാർ അരുവിക്കരയിൽ മത്സരിക്കാൻ താല്പര്യം കാണിച്ചുവെങ്കിലും CPM അമിതമായ ആഹ്ലാദത്തിലാണ്. കാരണം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയല്ല പ്രേംകുമാർ എന്നാണ് CPMൻ്റെ ഇൻ്റലിജൻസ് വിങ് വിലയിരുത്തുന്നത്. MM ഹസൻ അരുവിക്കരയിൽ മത്സരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ MM ഹസനെ സുനിൽ കനകുലു വെട്ടിയെറിഞ്ഞു. MM ഹസനൊക്കെ തടകൊഴിഞ്ഞ സിംഹമാണ്. തടകൊഴിഞ്ഞ സിംഹങ്ങൾ കോൺഗ്രസിൽ വേണ്ട എന്ന തീരുമാനമാണ് കനകുലു എടുത്തത്. അരുവിക്കരയിൽ ആര് മത്സരിക്കും എന്നതിനെ ചൊല്ലി തലപുകഞ്ഞ് കോൺഗ്രസ് ആലോചിക്കുമ്പോഴാണ് പ്രേംകുമാറിൻ്റെ രംഗപ്രവേശം. CPMനെ 10 കുറ്റം പറഞ്ഞ് പ്രേംകുമാർ രംഗപ്രവേശം ചെയ്തു. പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു. ആശാ വർക്കേഴ്സ് സമരത്തിനെ പിന്തുണച്ചതിൻ്റെ പേരിലാണ് തന്നെ അതിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് പ്രേംകുമാറിൻ്റെ പരിഭവം. ഒരറിയിപ്പ് പോലും തരാതെയാണ് തന്നെ പുറത്താക്കിയത്. 10,000 രൂപ ഓണറേറിയം കൈപ്പറ്റിയാണ് താൻ ജോലി ചെയ്തത്. അതിനിടയിൽ വന്ന പല സിനിമാ പ്രോജക്റ്റുകളും ഇത് കാരണം മാറ്റിവെച്ചു. പ്രേംകുമാറിന് ഏത് സിനിമാ പ്രോജക്റ്റ് വരുമെന്ന് ദൈവത്തിനറിയാം. ഇപ്പോൾ പ്രേംകുമാറിനെയും വിട്ട് സിനിമ മുന്നോട്ട് പോയി കഴിഞ്ഞു. പണ്ടത്തെ പ്രേംകുമാറിൻ്റെ വളുപ്പ് കോമഡിയൊന്നും ഇപ്പോൾ ഏൽക്കില്ല. കാരണം ന്യൂജൻ തരംഗമാണ്. അവിടെ പ്രേംകുമാറിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഒരറിയിപ്പ് പോലും തരാതെ തന്നെ പിരിച്ചുവിട്ടതിലും മാന്യമായ ഒരു യാത്രാമൊഴി തനിക്ക് നൽകാത്തതിലും പ്രേംകുമാർ അസ്വസ്ഥനാണ്. ആ അസ്വസ്ഥതയാണ് പ്രേംകുമാറിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചത്. കോൺഗ്രസ് അതിവേഗം തന്നെ പ്രേംകുമാറിനെ തങ്ങളുടെ ലാവണത്തിൽ എത്തിക്കാനും കോൺഗ്രസിന് അതിവേഗം തന്നെ പ്രേംകുമാറിനെ തങ്ങളുടെ ലാവണത്തിൽ എത്തിക്കാനും കഴിഞ്ഞു.
യുദ്ധം തുടങ്ങുകയാണ് അരുവിക്കരയിൽ. അരുവിക്കരയിൽ പ്രേംകുമാറോ ജി സ്റ്റീഫന് തന്നെയാണ് മുൻതൂക്കം എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ സർവേയിൽ തെളിയുന്നത്. ജി സ്റ്റീഫൻ അരുവിക്കരയിലെ ഓരോ ജനങ്ങൾക്കും പ്രിയപ്പെട്ട നേതാവായി മാറിക്കഴിഞ്ഞു. മുമ്പ് അരുവിക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ജി സ്റ്റീഫൻ. ആദ്യ മത്സരത്തിൽ തന്നെ കന്നി അംഗത്തിൽ തന്നെ കരുത്തനായ ശബരിനാഥനെയാണ് ജി സ്റ്റീഫൻ തോൽപ്പിച്ചത്. നാടാർ സമുദായത്തിന്റെ ശക്തമായ പിന്തുണ ജി സ്റ്റീഫനുണ്ട്. പ്രേംകുമാർ മത്സരിച്ചാൽ നാടാർ ഹിന്ദു സമുദായം പ്രേംകുമാറിനെ പിന്തുണയ്ക്കും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. നാടാർ സമുദായത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റായി പോവുകയും ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ പ്രേംകുമാറിന് ലഭിക്കുകയും ചെയ്താൽ അരുവിക്കരയിൽ ഒരു അട്ടിമറി വിജയം പ്രേംകുമാറിന് നേടാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു. അതെല്ലാം കൊണ്ടാണ് പ്രേംകുമാറിനെ അതിവേഗം കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചത്. പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള CPM നേതാക്കൾ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രേംകുമാർ പിടികൊടുത്തില്ല. അധികാരം പ്രേംകുമാറിന്റെ തലയിൽ പിടിച്ചിരിക്കുന്നു. അധികാരം കൊണ്ട് പ്രേംകുമാർ ഉന്മത്തനായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മത്സരത്തിന് പ്രേംകുമാർ ഇറങ്ങി പുറപ്പെടുമായിരുന്നില്ല. കഴക്കൂട്ടമാണ് പ്രേംകുമാർ മത്സരിക്കുന്നതെന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. കഴക്കൂട്ടത്തല്ല പ്രേംകുമാർ മത്സരിക്കുന്നത്, അരുവിക്കരയാണ് പ്രേംകുമാർ മത്സരിക്കുന്നത്. പ്രേംകുമാറിനായി കണ്ടുവച്ച മറ്റൊരു മണ്ഡലം കാട്ടാക്കടയാണ്. കാട്ടാക്കട നിന്നാൽ ഒരു രക്ഷയുമില്ലെന്ന് പ്രേംകുമാറിന് അറിയാം. അവിടെ IB സതീഷ് ശക്തനായ സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു. PK കൃഷ്ണദാസാണ് അവിടെ BJP സ്ഥാനാർത്ഥി. IB സതീഷിനും PK കൃഷ്ണദാസനും ഇടയ്ക്ക് പ്രേംകുമാറിന് കാട്ടാക്കടയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരും. എന്നാൽ അരുവിക്കരയിൽ ഒന്ന് ഏറ്റുമുട്ടാൻ പ്രേംകുമാറിന് ത്രാണിയുണ്ട്. പ്രത്യേകിച്ചും നാടാർ സമുദായത്തിൻ്റെ ഒരു ബലം പ്രേംകുമാറിന് ലഭിക്കും. ഹിന്ദു നാടാർ സമുദായത്തിൻ്റെ ഒരു ബലം പ്രേംകുമാറിന് ലഭിക്കും. അങ്ങനെയുള്ള ഒരാത്മവിശ്വാസത്തിലാണ് പ്രേംകുമാർ. എന്തായാലും പ്രേംകുമാർ നാളെ ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേരും എന്നതിൻ്റെ സൂചനയാണ് നാഗമ്പടത്ത് സാംസ്കാരിക സാഹിതിയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തുന്നത്. KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ KC വേണുഗോപാലും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും കോൺഗ്രസ് നേതാവ് K മുരളീധരനും ചേർന്നുള്ള ചരടുവലികൾക്ക് ഒടുവിലാണ് പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എത്തിയത്. അതിവേഗം തന്നെ പ്രേംകുമാറിനെ ക്യാച്ച് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്യുകയായിരുന്നു കോൺഗ്രസ്. എന്തായാലും അരുവിക്കരയിൽ ത്രില്ലർ പോരാട്ടം നടക്കും. ജി സ്റ്റീഫനാണ് മുൻതൂക്കമെങ്കിലും പ്രേംകുമാർ അവിടെ എത്രമാത്രം പൊരുതും അത് കണ്ടറിയേണ്ട കാര്യമാണ്.